Hello, welcome to iFor Education. This is Musina. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ എന്നാൽ എല്ലാവരും ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ISLM മോഡൽ. ISLM മോഡലിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ISLM മോഡൽ എ മാത്തമാറ്റിക്കൽ അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, എന്താണ് ISLM അനാലിസിസ് എന്താണെന്ന് പറയാം. ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്, IS ആൻഡ് LM. ഓക്കെ, സോ എന്താണ് IS ഷെഡ്യൂൾ എന്ന് നോക്കാം. The IS schedule is a locus of points representing all the different combinations of interest rates and income levels. This is so important. നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് റേറ്റും ഇൻകം ലെവൽസും കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഇക്വിലിബ്രിയം ഇൻ ദ ഗുഡ്സ് ഓർ കമ്മോഡിറ്റി മാർക്കറ്റ്. സോ IS മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു സേവിങ്സ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും അത് ഗുഡ്സ് ഓർ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ഇൻകം ലെവൽസിലുള്ള ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് IS ഷെഡ്യൂൾ പറയുന്നത്. ഇനി വാട്ട് ഈസ് LM schedule is a locus of points representing all the different combinations of interest rates and income levels consistent with the equilibrium in the money market. And LM, liquidity of money equal to supply of money. That means demand equal to supply. ഇത് നടക്കേണ്ടത് മണി മാർക്കറ്റിലാണ്. ഈ മണി മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയം ഷെഡ്യൂളാണ്, അതിൻ്റെ ഓരോ ഇക്വിലിബ്രിയം പോയിന്റുകളുടെയും ലോക്കസിനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷെഡ്യൂളാണ് LM ഷെഡ്യൂൾ. ഇനി വാട്ട് ഈസ് ഓവറോൾ ISLM ഷെഡ്യൂൾ നോക്കാം. ISLM analysis seeks to find the level of income and the rate of interest with both the commodity market and the money market will be in equilibrium. Both the commodity market and the money market will be in equilibrium. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് IS അനാലിസിസിൻ്റെയും LM അനാലിസിൻ്റെയും ഈ ബോത്ത് ഷെഡ്യൂൾസിൻ്റെയും ഒരു ഇക്വിലിബ്രിയമാണ് നമ്മൾ ISLM അനാലിസിസിൽ കമ്പൈൻഡ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഞാൻ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ച്, ഒരു നെറ്റ് എക്സാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ നെറ്റ് JRF മാത്രമല്ല PhD അഡ്മിഷനും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ UGC നെറ്റ് എക്സാം അല്ലേ. സോ ആ ഒരു എക്സാമിലേക്ക് എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ബേസിക് ഇക്വേഷൻ ഈസ് നമുക്കറിയാം ഇൻകം ഡിറ്റർമിനേഷൻ്റെ ഇക്വേഷൻ എന്താണ്? Y ഈക്വൽ ടു C പ്ലസ് I അല്ലേ? Y ഈക്വൽ ടു C പ്ലസ് I. ദിസ് ഈസ് കൺസംഷൻ ആൻഡ് ദിസ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദ കമ്മോഡിറ്റി മാർക്കറ്റ് ഫോർ സിമ്പിൾ ടു സെക്ടർ ഇക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ Y ഈക്വൽ ടു C പ്ലസ് I. ഓക്കെ, ദെൻ അടുത്തത്, അപ്പോൾ ഇത് IS ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ്. LM ഇക്വിലിബ്രിയത്തിൽ എത്താനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കെയ്ൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ഉണ്ട് അല്ലേ. എന്താണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ പറയുന്നത്? ഒരു ആളുടെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ട്രാൻസാക്ഷൻ ഡിമാൻഡും അതുപോലെ പ്രിക്വേഷൻ ഡിമാൻഡും സ്പെക്കുലേഷൻ ഡിമാൻഡും കൂടി ചേർന്നതാണ്. ഓക്കെ, അതിൽ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡും പ്രിക്വേഷൻ ഡിമാൻഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻകം ആണ്. സ്പെക്കുലേഷൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻകം ആസ് വെൽ ആസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യണം. സോ മണി സപ്ലൈ എന്ന് പറയുമ്പോൾ, മണി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡും പ്രിക്വേഷൻ ഡിമാൻഡും പ്ലസ് സ്പെക്കുലേഷൻ ഡിമാൻഡും, ഇതിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ നമ്മൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ആൻഡ് പ്രിക്വേഷൻ ഒരുമിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് MT. Okay, that is transaction and precautionary demand for money, MT. And speculative ഡിമാൻഡിനെ നമ്മൾ MZ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സ്പെക്കുലേഷൻ ഡിമാൻഡിനെ MZ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു MD. ഡിമാൻഡ് ഈക്വൽ ടു MT പ്ലസ് MZ. Total demand for money is equal to transaction demand for money and plus speculation demand for money. And money supply given ആയിരിക്കും അല്ലേ, ഒരു എക്കോണമിയിലുള്ള മണി സപ്ലൈ ഗിവൺ ആയിരിക്കും. സോ നമുക്ക് വേണ്ടത് MS, മണി സപ്ലൈ ഈക്വൽ ടു മണി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതാണ് ISLM. മണി സപ്ലൈ മീൻസ് LMിലുള്ള M, മണി സപ്ലൈ, ആൻഡ് L മീൻസ് ലിക്വിഡിറ്റി ഓഫ് മണി, ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർ മണി. സോ
ഇതെന്താകും എം എസിന് എം ഡിക്ക് പകരം നമുക്ക് എം ടി പ്ലസ് എം എസ് ഇട്ട് കൊടുക്കാം. സോ എം എസ് ഈക്വൽ ടു എം ടി പ്ലസ് എം സെഡ്. So this is the condition for LM equilibrium. So this is IS equilibrium where investment equal to savings, and this is LM equilibrium. So ഈ രണ്ട് ഇക്വിലിബ്രിയത്തിലും നമുക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻകം ലെവൽ കിട്ടുന്നത് അതിലുള്ള ആ ടോട്ടൽ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ISLM ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. സോ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. See, here is a question for you. Assume a two-sector economy where C equal to 48 plus 0.8y, I equal to 98 minus 75y, MS equal to 250, MT equal to 0.3y and MZ equal to 52 minus 150i. അപ്പോൾ കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ നിങ്ങൾ ഇതിനോട് കൂട്ടി വായിക്കണം കേട്ടോ. അതായത് ഒരാളുടെ മണി സപ്ലൈ ഗിവൺ ആണ്, ഓക്കെ, ആൻഡ് എം ടി ട്രാൻസാക്ഷൻ ഓർ പ്രിക്വേഷൻ ഡിമാൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻകം. സോ 0.3y എന്ന് പറയുമ്പോൾ 0.3 അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതിൻ്റെ പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് എം സെഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അതായത് സ്പെക്യുലേഷൻ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ -150 ആയി വരുന്നത്. ആൻഡ് ഓൾസോ കൺസംഷൻ, ഇക്കോണമിയിലുള്ള ടോട്ടൽ കൺസംഷൻ എന്തായിരിക്കും, 48 + 0.8y എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ശ്രദ്ധിക്കണം. A+BY എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ ഈ 0.8 എന്താണ് ഇവിടെ, 0.8 ഇവിടുത്തെ മൾട്ടിപ്ലയർ ആയിരിക്കും അല്ലേ. 0.8 ഇവിടുത്തെ എന്താണ് 1 മൈനസ് ബി ഈക്വൽ ടു മൾട്ടിപ്ലയർ. 0.8 മീൻസ് ഹിയർ ബി MPC ആയിരിക്കും, മൾട്ടിപ്ലയർ അല്ല, ഇവിടുത്തെ MPC ആയിരിക്കും, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആയിരിക്കും ഈ 0.8. ആൻഡ് ഈ -75i ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ -75 എന്തായിരിക്കും ഇവിടെ, -75i ഇവിടെ 1 മൈനസ് ബി ആയിരിക്കും, അതായത് MPS ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഐഡിയാസ് നമ്മുടെ ബ്രെയിനിൽ വേണം. ഓക്കെ, അപ്പോഴാണ്, അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ MPC എന്തായിരിക്കും, MPS എന്തായിരിക്കും, ആ MPC കിട്ടിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ കിട്ടുമ്പോൾ മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ എന്താണ്, ആ രൂപത്തിലേക്ക്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ മുന്നത്തെ സെഷനുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ മനസ്സിലാകും. നമ്മുടെ എക്കണോമിക്സിൻ്റെ മുൻ ക്ലാസ്സുകളിൽ അതെല്ലാം ഡിസ്കസ്ഡ് ആണ് കേട്ടോ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങനെയാണ് ISLMലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കമ്മോഡിറ്റി ഇക്വിലിബ്രിയം IS എക്സിസ്റ്റ് വെൻ y ഈക്വൽ ടു C + I അല്ലേ. അപ്പോൾ വൈക്ക് നമുക്കൊരു ഇക്വേഷൻ വൈ നമ്മൾ അതുപോലെ എഴുതുന്നു. ആൻഡ് സിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 48 + 0.8y, 48 + 0.8y. ഓക്കെ, അപ്പോൾ CI ഇനി പ്ലസ് ഐയും കൂടി ഉണ്ട് അല്ലേ. ഐ എന്താണ്, 98 - 75i, 98 - 75i. ഓക്കെ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അതിനൊന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് y അവിടെ അതുപോലെ ഇവിടെ ഒരു 0.8y ഉണ്ട് അല്ലേ. നമുക്ക് അതിനെ ഇങ്ങോട്ട് ഇക്വേഷൻ്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 0.8y + 0.8y - 0.8y ആകുന്നു. ആൻഡ് നമുക്ക് ഈ 75iനെയും കൂടി ഇങ്ങോട്ട് മാറ്റാം. ആ -75i ഇവിടെ എത്തുമ്പോൾ +75i ഈക്വൽ ടു 48 + 98 അല്ലേ. 48 + 98. ഇതിനൊന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ y ഇവിടെ കോമൺ ആണ്. y × 1 - 0.8 + 75i ഈക്വൽ ടു 48 98 എന്ന് പറയുമ്പോൾ 146 നോക്കിയാൽ മതി, 146 അല്ലേ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് 1 - 0.8? ഇറ്റ് ഈസ് 0.2. സോ 0.2y + 75i ഈക്വൽ ടു 146. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ IS എങ്ങനെയാണ് ISൻ്റെ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടി. IS ഇക്വേഷൻ നമുക്ക് കിട്ടി, അത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായിട്ട് അവിടെ എഴുതാം. ഇനി കമ്മിങ് ടു LMൻ്റെ ഇക്വേഷൻ എന്താണ്, MS = MT + MZ. ദാറ്റ് മീൻസ് MS മീൻസ് മണി സപ്ലൈ, ഇറ്റ് ഈസ് ഗിവൺ. മണി സപ്ലൈ എത്ര ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഗിവൺ ആണ്, 250. 250 ഈക്വൽ ടു MT ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്വേഷൻ ഡിമാൻഡ്, MT = 0.3y. ഓക്കെ,
0.3y plus MZ, speculative demand ആണ്. It is inversely proportional to interest rate. So 52 minus 150i. 52 minus 150i. Okay. So ഇപ്പം എന്തായി? 250 equal to 0.3y plus 52 minus 150 ആയില്ലേ? ഇതിനൊന്ന് നമുക്ക് നേരത്തെ പോലെ അറേഞ്ച് ചെയ്യാം. നമുക്കത് ഈ 0.3yനെ അതേപോലെ നിർത്താം കേട്ടോ. 0.3y മൈനസ് 150 ആയില്ലേ? മൈനസ് 150i ഈക്വൽ ടു ആ 250നെ ഞാൻ അവിടെ തന്നെ നിർത്തുകയാണ്. സോ 250. ഈ 52നെ ഞാൻ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് ആ 250ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ 250 മൈനസ് 52 അല്ലേ? കോൺസ്റ്റൻ്റ് ആണ്. ഇതിനൊന്നും കൂടി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.3y മൈനസ് 150i ദാറ്റ്സ് ഈക്വൽ ടു 250 52 പോയാൽ 250 പോയാൽ 250, അതിൽ നിന്നും 200ൽ നിന്നും ഒരു 2 കൂടി പോയാൽ മതി 198 അല്ലേ? ഓക്കെ. സോ നമുക്ക് എല്ലാം എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷനും കിട്ടി, അല്ലെങ്കിൽ LM ഫംഗ്ഷൻ്റെ ഇക്വേഷനും കിട്ടി, IS ഫംഗ്ഷൻ്റെ ഇക്വേഷനും കിട്ടി. ഓക്കെ, ബോത്ത് ഇക്വേഷൻസ് ആർ ഹിയർ. ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സോ 2 സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആർ ഹിയർ. ഈ 2 സൈമൾട്ടേനിയസ് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. സോ നമുക്ക് നോക്കാം എന്തായിരിക്കും ആൻസർ എന്ന്. 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഞാനതൊന്ന് എടുത്തെഴുതാം. 0.2y plus 75i equal to 146 and 0.3y minus 150i equal to 198. ഇതാണ് നമ്മുടെ 2 ഇക്വേഷനുകൾ. ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആകുമ്പോൾ 2 അൺനോൺസ് ഉണ്ട്. ഏതെങ്കിലും ഒരു അൺനോണിൻ്റെ കോയിഫിഷ്യൻ്റ് നമുക്ക് ഈക്വൽ ആവണം, LCM കാണണം എന്നർത്ഥം. സോ ഇവിടെ നമുക്ക് ഒന്നുകൂടി എളുപ്പം ഈ 0.2 and 0.3 ഒരുമിച്ച് ആക്കുന്നതിനേക്കാളും ഒരേ LCM ആക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഈ 75ഉം 150 ആണ്. കാരണം 150 എന്ന് പറഞ്ഞാൽ 75ൻ്റെ ഇരട്ടിയാണ് അല്ലേ? സോ നമുക്ക് എന്തായാലും ഈ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0.4y പ്ലസ് 150i ഈക്വൽ ടു 146ൻ്റെ ഇരട്ടി അല്ലേ? അപ്പോൾ 180 ആണെങ്കിൽ 300 ആകുമായിരുന്നു. അതിൽ നിന്നും 8 പോയി കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഓക്കെ. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനിവിടെ എഴുതിയതപ്പോൾ നോക്കുന്നത് എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിരിക്കണം. യെസ് ഓക്കെ. അപ്പോൾ 146ൻ്റെ ഇരട്ടി അല്ലേ? സോ അതെന്തായിരിക്കും? 292. ഓക്കെ. സോ ഇതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. അതിനെ മാത്രം സോൾവ് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എന്താക്കി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷനുകൾ അങ്ങ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഇക്വേഷനുകളെ സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 150 മൈനസും പ്ലസും ക്യാൻസലായി പോകും അല്ലേ? സോ പ്ലസ് ചെയ്യാം. 0.3y പ്ലസ് 0.4y ഈക്വൽ ടു 0.7y. ഇവിടെ 0i ആകുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 198ഉം 292ഉം 490 അല്ലേ? 490. ദാറ്റ് മീൻസ് y ഈക്വൽ ടു 490 ഡിവൈഡഡ് ബൈ 0.7. 490 ബൈ 0.7. അപ്പോൾ ഇങ്ങനെ പോയിൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ഥാനം അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 490 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 4900 ബൈ 7 അല്ലേ? 49ൽ എത്ര ഉണ്ട്? 7. സോ ആ 2 0 700. സോ ദ ആൻസർ ഈസ് y ഈക്വൽ ടു 700. ഇൻകം, അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഇൻകം 700. ആൻഡ് വാട്ട് ഈസ് I ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എനി ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ, അതിൽ തന്നെ ഇട്ട് കൊടുക്കാം.
0.2 ഇൻറ്റു വൈ അല്ലേ, ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ 0.2 ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 700 പ്ലസ് 75i ഈക്വൽ ടു 146. ആ മൈനസ് 146 പകരം ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ഇക്വേഷൻ്റെ അപ്പുറത്തേക്കും മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. അവിടെ നമുക്ക് എങ്ങനെയാണോ കൺവീനിയൻസ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. സോ 0.2 വൈ അല്ലേ, 0.2 വൈ 700ൻ്റെ 0.2 എന്ന് പറയുമ്പം 700ൻ്റെ 1/5 ആണ്, 5-ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ 140 അല്ലേ, 2 × 14. സോ 140 പ്ലസ് 75i ഈക്വൽ ടു 146 ആൻഡ് 75i ഈക്വൽ ടു 146 മൈനസ് 140. ഈ പ്ലസ് 140 അങ്ങോട്ട് പോകുന്നതാണ്. സോ 75i ഈക്വൽ ടു 146 140 പോകുമ്പോൾ 6 അല്ലേ, ദെൻ i ഈക്വൽ ടു 6/75. 6/75. ഈ 6/75 നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് സൈഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 6/75 പോകില്ല, അതുകൊണ്ടൊരു 0 ഇടണം, അവിടെയും പോകില്ല, വീണ്ടും ഒരു 0 ഇടണം. 600-75 എത്ര വട്ടം പോകും? 8 വട്ടം പോകും. സോ 600 റിമൈൻഡർ ഇല്ല. സോ 0.08 ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. 0.08 ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻകം ലെവല് y ഈക്വൽ ടു 700 ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽ ടു 0.08. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്താ ചെയ്ത്. ISLMന് നമ്മൾ ISന് ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു c+i. ഓക്കെ, ആൻഡ് LMന് മറ്റൊരു ഇക്വേഷൻ, അത് കാണാൻ വേണ്ടിയിട്ട് മണി സപ്ലൈ ഈക്വൽ ടു മണി ഡിമാൻഡ്. മണി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അഥവാ ലിക്വിഡിറ്റി ഓഫ് മണി എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് പ്ലസ് പ്രിക്വേഷൻ ഡിമാൻഡ് പ്ലസ് നമ്മുടെ സ്പെക്യുലേഷൻ ഡിമാൻഡ്. അങ്ങനെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടുന്നു. ഇത് 2 സൈമൾട്ടേനിയസ് ഇക്വേഷൻ ആകുന്നു. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ലെവൽ വൈയും കിട്ടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഐയും കിട്ടുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ ഇതിലുള്ള ഓരോ ടേംസും ചോദിക്കാം. അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എത്രയാണ്? ഓക്കെ, അപ്പോൾ അത് ഒരു കോഎഫിഷ്യൻ്റ് ഇൻറ്റു വൈ ആയിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. വൈ ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആ വൈ അതിന് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ചിലപ്പം ക്വസ്റ്റ്യൻ എന്തായിരിക്കും, നമ്മുടെ സ്പെക്യുലേഷൻ ഡിമാൻഡ് ഫോർ മണി എത്രയാണ് എമൗണ്ട് ഇക്വിലിബ്രിയത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലേ. ആ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളിടത്ത് നമുക്ക് ഈ 0.08 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനും ഒരു ഫൈനൽ ആൻസർ കിട്ടും. സോ എങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ആൻഡ് ദിസ് ഈസ് ദ ബേസിക് സ്റ്റെപ്പ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ വരുന്ന എല്ലാവരും ടഫ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് സിംപ്ലിഫൈഡ് നൗ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഗിവൺ സി ഈക്വൽ ടു 102 പ്ലസ് 0.7y, ഐ ഈക്വൽ ടു 150 മൈനസ് 100i, MS 300, MT 0.25y, MZ 124 മൈനസ് 200i. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ISന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? y ഈക്വൽ ടു c+i. y ഈക്വൽ ടു c+i. ഓക്കെ, ISന് വേണ്ടിയിട്ട് y ഈക്വൽ ടു c+i ചെയ്യുന്ന സമയത്ത് 102 y ഈക്വൽ ടു 102 പ്ലസ് 0.7y പ്ലസ് i 150 മൈനസ് 100i. ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്യാം. y മൈനസ് 0.7y പ്ലസ് 100i. ഈ മൈനസ് ഇങ്ങോട്ട് പോയപ്പോൾ പ്ലസ് ആയതാ കേട്ടോ. ദാറ്റ്സ് ഈക്വൽ ടു 102 പ്ലസ് 150. ഓക്കെ, സോ y ഇൻറ്റു 1 മൈനസ് 0.7 പ്ലസ് 100i ഈക്വൽ ടു 102 150 252 അല്ലേ. ഓക്കെ, ദെൻ 1 മൈനസ് 0.7 0.3y പ്ലസ് 100i ഈക്വൽ ടു 252. സോ വി ഗോട്ട് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് സെക്കൻഡ് ഇക്വേഷൻ? LMൽ എന്ത് വേണം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് MS മണി സപ്ലൈ ഈക്വൽ ടു മണി ഡിമാൻഡ് അല്ലേ. മണി സപ്ലൈ ഈക്വൽ ടു മണി ഡിമാൻഡ്. മണി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്?
MT ട്രാൻസാക്ഷൻ ഡിമാൻഡ് പ്ലസ് സ്പെക്യുലേഷൻ ഡിമാൻഡ്. സോ MS ഇവിടെ തന്നിട്ടുണ്ട്, MS 300 അല്ലേ, MS 300 ഈക്വൽ ടു MD ഈക്വൽ ടു MT പ്ലസ് MZ. MT 0.25y 0.25y പ്ലസ് MZ 124 മൈനസ് 200i 124 മൈനസ് 200i. ഓക്കെ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്താൽ 0.25 നമുക്ക് അതേപോലെ തന്നെ ഇടാം. 0.25y മൈനസ് 200i. ഈ 124 അങ്ങോട്ട് കൊണ്ടുവരാം. 300 പ്ലസ് 124 മൈനസ് 124 ആവുന്നു അല്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്തായി, 300-ൽ നിന്നും 124 പോയി കഴിഞ്ഞാൽ എന്തുവരും, 176 അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു 0.25y മൈനസ് 200i. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, 0.3y പ്ലസ് 100i ഈക്വൽ ടു 252. This is the first equation. What is the second equation? 0.25y minus 200i equal to 176. This is the second equation. There are two simultaneous equations. ഇവിടെ നമുക്ക് 100i മൈനസ് 200i. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതെന്താകും, 0.6y പ്ലസ് 200i ഈക്വൽ ടു 252-ൻ്റെ ഇരട്ടി. അപ്പോൾ 250 ആണെങ്കിൽ 500 ആകുമായിരുന്നു, 504 അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ 2 കൊണ്ട് ഗുണിച്ച സാധനം. ഓക്കെ, നെക്സ്റ്റ് ഈ 0.25y മൈനസ് 200i ഈക്വൽ ടു 176. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ദിസ് ഈസ് അവർ സെക്കൻഡ് ഇക്വേഷൻ. സോ ഹിയർ ഈസ് എ ഹോംവർക്ക് ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻസ് പ്ലസ് ചെയ്തിട്ട് അതിൽ നിന്നും y കണ്ടെത്തണം, i കണ്ടെത്തണം. കൂടെ ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ MT എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന വൈൻ്റെ വാല്യൂ 0.25 ഇൻറ്റു y ആയിട്ട് കൊടുക്കുക. MZ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഐൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ അതും കിട്ടും. ആൻഡ് C, I ഒക്കെ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയും വാല്യൂസ് ഇട്ട് കൊടുത്താൽ കിട്ടും. സോ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ആൻസർ എത്രയാണ് കിട്ടുന്നതെന്ന്. സോ ദാറ്റ്സ് എ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോർ യു. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ UGC നെറ്റിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നെറ്റ് ഓർ JRF ഓർ PhD നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് കയറാം. പേപ്പർ 1-ൻ്റെയും എക്കണോമിക്സിൻ്റെയും ഗ്രൂപ്പുകളുടെ QR കോഡാണ്. മാത്രമല്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലോട്ട് കയറാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. എല്ലാവർക്കും സൈനിങ് ഓഫ്. ദിസ് ഈസ് മൂസിന. താങ്ക് യു.